എല്ലാവർക്കും ശാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റോസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് എൻ്റെ സ്കൂൾ, സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂൾ. നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളും പ്രോഗ്രാമുകളും കണ്ടിട്ട് വന്നാലോ? കം ഓൺ. സസ്യലതാദികളുടെ ശീതളഛായയിൽ പച്ചപ്പട്ടു വിരിച്ചു നിൽക്കുന്ന ഹരിതാഭമായ കൊച്ചുഗ്രാമത്തിൽ അക്ഷരഗേഹമായി സെന്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നു. ഇന്ന് ചാരിറ്റിയുടെ പ്രശസ്തി സമീപ പ്രദേശങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ അകത്തും പുറത്തുമായി പ്രശോഭിക്കാൻ തക്കവണ്ണം കഴിവുള്ള പുതുതലമുറകളെ അറിവിനാൽ സ്ഫുടം ചെയ്തെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളെ പുലുകിയുണർത്തുന്ന സ്പന്ദനങ്ങളുടെ വികാസപ്രക്രിയയിൽ വിദ്യാഭ്യാസമെന്ന വാക്കിന് വിപുലമായ അർത്ഥവ്യാപ്തിയാണുള്ളത്. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഈ വിദ്യാലയം ദ്രുതഗതിയിൽ മുന്നോട്ടുപോയി. ഈ സ്കൂളിൽ 35 സ്റ്റാഫ് അംഗങ്ങളാണ് ഉള്ളത്. 25 അധ്യാപക സഹോദരങ്ങളും 10 അനധ്യാപകരായിട്ടുള്ള വ്യക്തികളുമാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ അറിവ് പകർന്നു നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഇടമാണ്. അതിനാൽ തന്നെ മാതാപിതാക്കൾക്ക് ഇങ്ങോട്ടേക്ക് കുട്ടികളെ പറഞ്ഞയക്കുക എന്നുള്ളത് വളരെ സന്തോഷകരവും അവർക്ക് സംശയമില്ലാത്ത ഒരു ഇടവുമാണ്. ഇവിടെ 4 വൈദികരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സാന്നിധ്യം ഈ സ്കൂളിൻ്റെ ഒരു മഹത്വം തന്നെ കാണിക്കുന്നതാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അച്ചടക്കത്തിലും ഇവിടുത്തെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് അധ്യാപക സഹോദരങ്ങളുടെയും സജീവമായിട്ടുള്ള സാന്നിധ്യം വളരെ പ്രകടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ അറിവുകളും പകർന്നു നൽകുന്നുണ്ട്. CBSE ബോർഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെയും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കരിക്കുലം നിശ്ചയിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ ആനന്ദകരവും അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകങ്ങളെക്കാൾ ഉപരി അവരുടെ അനുഭവജ്ഞാനങ്ങളിലൂടെയും അവരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെയും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഇവിടെ പുലർത്തുന്നത്. പുസ്തകത്താളുകളിലൂടെ വളർന്നു വന്ന പുരാതന കാലത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ വായനാശീലം കുറവാണ്. അത് പരിഹരിക്കാൻ ഞങ്ങളുടെ സ്കൂൾ ഒരു ലൈബ്രറി സെറ്റാക്കിയിട്ടുണ്ട്. ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾ നിരവധി പുസ്തകങ്ങൾ എടുക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ വായനാശീലം വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ അവരുടെ ജന്മദിനങ്ങളിൽ സ്കൂളിന് ഒരു പുസ്തകം ഡൊണേറ്റ് ചെയ്യാറുമുണ്ട്. ലൈബ്രറി വിശേഷങ്ങൾ കണ്ടുവന്നാലോ? എൻ്റെ പേര് അമല. ഞാൻ ഈ സ്കൂളിലെ അധ്യാപികയാണ്, കൂടാതെ ലൈബ്രറി ഇൻചാർജുമാണ്.
ഞങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വായനാശീലത്തോടൊപ്പം അറിവും വിജ്ഞാനവും സർഗാത്മക കഴിവും വർദ്ധിപ്പിക്കുന്നതിൽ ലൈബ്രറി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. 5ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളുടെ പാഠഭാഗത്ത് ലൈബ്രറി ഒരു വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിയുക്ത അധ്യാപകരോടൊപ്പം വന്ന് ബുക്കുകൾ വായിക്കുകയും ചെയ്യുന്നു. പാഠ്യേതര വിഷയങ്ങളിലുള്ള ബുക്കുകൾ റെഫർ ചെയ്യുന്നതിന് പ്രത്യേക റെഫറൻസ് റൂം നമ്മുടെ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വായനാശാലയിൽ 5000-ലധികം പുസ്തകങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ആനുകാലിക വിഷയത്തിലുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പത്രമാസികകൾ വായിക്കുവാനും അതിലെ പ്രധാനപ്പെട്ട വാർത്തകൾ സ്കൂൾ അസംബ്ലിയിൽ ഉൾപ്പെടുത്തി വരാറുണ്ട്. ക്ലാസ്സിൽ പഠിക്കുന്ന ആയുഷിന്റെ ഒരു സിംഗിൾ സോങ് കേട്ടിട്ട് വന്നാലോ? കോവിലിലിങ്ങു നാ
സ്കൂളിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമല്ല സെയിൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂൾ പ്രദാനം ചെയ്യുന്നത്. കുട്ടികളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ മാതൃകയായി മുന്നേറാനും അങ്ങനെ മൂല്യബോധമുള്ള സ്നേഹം നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുമായിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയിൽ ഈ സ്കൂള് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സെയിൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂള് വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റിൻ്റെ നാമത്തിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ജീവിത പുണ്യങ്ങളും ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളിലേക്കും നൽകാനായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ ഡാൻസ് ക്ലാസ്സിന്റെ മുൻപിലാണ്. ഞങ്ങളുടെ പ്രിയ അനീഷ് ടീച്ചറാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. ഡാൻസ് ക്ലാസ്സിലെ ഒരു സെഷൻ കണ്ടിട്ട് വന്നാലോ? വാ. ഞാൻ പ്രിയദർശിനി അനീഷാണ്. ഞാൻ സെൻറ്റ് ക്ലാരറ്റ് സ്കൂളിൽ KG സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡാൻസിൽ 45 കുട്ടികളുണ്ട്. അവർ 2 സെക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. 1 മുതൽ 9ാം ക്ലാസ് വരെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഡാൻസ് എൻ്റെ പാഷനാണ്. പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവർ ഡാൻസ് കളിക്കുമ്പോൾ ബോഡിയിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര ഒരു നല്ലതാണ്. അടുത്തതായി 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത്.
എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കായിക കല സ്കേറ്റിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ സ്കേറ്റിംഗ് സെഷന് മുൻപിലാണ്. ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത് ഡോൺ കോച്ചാണ്. സ്കേറ്റിംഗ് വിശേഷങ്ങൾ കണ്ടുവരാം. എൻ്റെ പേര് ഡോൺ. ഞാൻ ഇവിടെ സെൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിലെ റോളർ സ്കേറ്റിംഗ് അധ്യാപകനായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിപ്പിച്ചു വരുന്നു. ഇപ്പം UKG തൊട്ട് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് സ്കേറ്റിങ്ങിലൂടെ കിട്ടുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എക്സസൈസ് ചെയ്യുകയാണെന്ന് അറിയാതെ തന്നെ ഇവർ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള സ്പോർട്സ് പരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഭാവിയിലോട്ട് ഇവർക്ക് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത് ഗ്രേസ് മാർക്കുകളും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി കേരള ടീം കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇൻലൈൻ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ. പിന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് നാഷണൽസ് കോമ്പറ്റീഷൻ മത്സരിക്കുകയും മെഡലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് തൊട്ടടുത്താണ് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ. ആ സംഭവത്തെ ആസ്പദമാക്കി 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു മൈമ് കണ്ടിട്ട് വന്നാലോ?
ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ കരാട്ടയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് കണ്ടോ? വർഷങ്ങളായി ഞങ്ങളുടെ സ്കൂളിൽ കരാട്ടെ പഠിപ്പിക്കുന്നത് ഗ്രിഗറി സാറാണ്. കരാട്ടയിലെ ഒരു സെഷൻ നമുക്ക് കണ്ടിട്ട് വരാം. കമോൺ. എൻ്റെ പേര് ഗ്രിഗറി. കരാട്ടെ ഷിറ്റോറിയിൽ 7th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റാണ്. വയനാട് ജില്ലാ കരാട്ടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. കരാട്ടെ കേരള അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും ടെക്നിക്കൽ കമ്മീഷൻ ചെയർമാനുമാണ്. സെൻറ്റ് ക്ലാരറ്റ് പബ്ലിക് സ്കൂളിൽ ഏകദേശം 12 വർഷത്തോളമായി കരാട്ടെ പരിശീലിപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചയുമാണ് നമ്മളിവിടെ കരാട്ടെ ക്ലാസ്സുകൾ നടത്തുന്നത്. ക്ലാസ് ബേസിലാണ് കരാട്ടെ പരിശീലിപ്പിക്കുന്നത്. ഈ കരാത്തെ എന്ന് പറയുന്ന ആയോധന കല ജപ്പാൻ്റെ ഒരു ആയോധന കലയാണ്. മനസ്സും ശരീരവും തമ്മിൽ ബന്ധം വരുന്നതിന് വേണ്ടി, കരുത്തുറ്റ മനസ്സ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കരാട്ടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. അത്ലറ്റിക് പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കരാട്ടെ നമ്മൾ ഉപയോഗിക്കുന്നു. നല്ല പെരുമാറ്റവും നല്ല മാനസികാവസ്ഥയും മാനസികമായ കരുത്തും വളർത്തിയെടുക്കുന്നതിന് കരാട്ടെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ 1ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ കരാട്ടെ പരിശീലിപ്പിക്കുന്നത്. വിവിധ കാലങ്ങളിലായി മെഡലുകൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഇവിടുത്തെ കുട്ടികൾ നേടിയിട്ടുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങളുടെ സ്കൂളിലെ തുടർ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.